ശ്ലോകം 10. ലളിതമുരളീനാദം. ഭഗവാൻ എവിടെ പോകുമ്പോഴും ആ മുരളി ഊതിക്കൊണ്ട് ഓടക്കുഴൽ വായിച്ചുകൊണ്ടാണ് പോകുന്നത്. എങ്ങനെയുള്ളതാണ്? ലളിതമായ മനോഹരമായിട്ടുള്ളതായ ചെവികൾക്ക് ഇമ്പത്തെ നൽകുന്ന ആ മുരളീനാദം. ദൂരാന്നിശമ്യ വധൂജനൈഹി. ഗോപികൾക്ക് ഭഗവാൻ വരുന്ന സമയം അറിയാം. ആ സമയത്ത് അവരെല്ലാവരും അവരുടെ വേലിച്ചുവട്ടിലേക്ക് വരും. ആ വേലിച്ചുവട്ടിൽ വന്ന് ആ ഭഗവാൻ പോകുന്നത് വരെ, കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ എപ്പോഴാണോ ഈ മുരളീനാദം നിശമ്യ കേട്ടിട്ട് വധൂജനൈഹി ത്വരിതമുപഗമ്യ, അവരെല്ലാവരും അവരുടെ വേലിച്ചുവട്ടിലേക്ക് വന്നു. ആരൂഢമോദം ഉദീക്ഷിത, എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി അവർ ഭഗവാനെ നോക്കിക്കൊണ്ട് നിന്നു. എല്ലാ ഗോപക്കുട്ടികളും ഭഗവാൻ എപ്പോഴും മുന്നിൽ നടക്കണം. അതാണ്. അങ്ങനെ മുരളി വായിച്ചുകൊണ്ട് നടക്കുന്നതായ ആ ഭഗവാനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ജനനി നന്ദാനന്ദ. ജനനി അമ്മ, നന്ദൻ അച്ഛൻ. നന്ദൻ അവർക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുക. ജനിതം ഉണ്ടാക്കിയ ആനന്ദത്തോടി ആർക്കൊക്കെ? അമ്മയ്ക്കും അച്ഛനും. ജനനി നന്ദ, ജനനി നന്ദ ആനന്ദ. ഉണ്ടാക്കപ്പെട്ട അമ്മയ്ക്കും അച്ഛനും ആനന്ദത്തോടുകൂടി, അമ്മയ്ക്കും അച്ഛനും ആനന്ദത്തിനെ ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികൾ ഈ വിവരം എല്ലാവരോടും പറയും. എന്തൊക്കെ സംഭവിച്ചു, ഇന്ന് 2 അസുരന്മാരെ കൊന്നു എന്ന് അവിടെ പറയും. അപ്പോൾ അവർക്കുള്ളതായ ആനന്ദം എന്താണ്? സമീരണ മന്ദിര പ്രസിദ്ധവസതേ. സമീരണൻ വായുവിനാൽ നിർമ്മിക്കപ്പെട്ട പുരം. വായുവിനാൽ നിർമ്മിക്കപ്പെട്ട പുരം ഗുരുവായൂർ. വായുവിനെ അവിടെ ഗുരുവിനെ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഗുരുവായൂർ. അവിടെ പ്രസിദ്ധവസതേ, പ്രസിദ്ധമായ വസതി. ഭഗവാൻ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വസിക്കുന്നു. ഗുരുവിനാലും വായുവിനാൽ നിർമ്മിക്കപ്പെട്ട മന്ദിരത്തിൽ വസിക്കുന്ന ഈ ഭഗവൻ ശൂരസേനൻ്റെ പുത്രനാണ് ശൗരി. ദുരീകുരുഷ്വ മമാമയാൻ. എൻ്റെ ആമയങ്ങളെ, എൻ്റെ രോഗങ്ങളെ, എന്തെല്ലാം രോഗങ്ങൾ, കാലിൻ്റെ മുട്ടിന് വേദനയായിട്ട് മാത്രമാണ് വന്ന്, ഇപ്പോൾ മനസ്സിന് എന്തെല്ലാം രോഗങ്ങളാണ്, അനേകം രോഗങ്ങൾ എന്നെ ബാധിച്ചിരിക്കുന്നു. ആ രോഗങ്ങളെ ദൂരീകുരുഷ്വ വീഴ്ത്താക്കിയാലും നശിപ്പിച്ചാലും വത്സാസുരനെയും ബകാസുരനെയും വധിച്ചതിന് ശേഷം മുരളീനാദം പൊഴിച്ചുകൊണ്ട് ഗോപികൾക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ബാക്കി ഗോപന്മാർക്കും ആനന്ദത്തെ ജനിപ്പിച്ചുകൊണ്ട് പോയ അല്ലയോ ഗുരുവായൂരപ്പ. ആരാണ് ഗുരുവായൂരപ്പൻ? ഈ കൃഷ്ണൻ തന്നെ. അല്ലെങ്കിൽ ഈ കൃഷ്ണൻ ആരാണ്? ഗുരുവായൂരപ്പൻ തന്നെ. സമീരണ മന്ദിര പ്രസിദ്ധ വസതേ. ആ വായുവിനാൽ നിർമ്മിക്കപ്പെട്ട മന്ദിരം, ആ മന്ദിരത്തിൽ വസിക്കുന്നവൻ, അത് ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിലും വസിക്കുന്നു. സമീരണൻ നമ്മുടെ ഉള്ളിൽ പ്രാണൻ. ആ പ്രാണൻ്റെ വസതി നമ്മുടെ ശരീരം, ആത്മാവ് പിന്നീടാണ് വരുന്നത്. പ്രാണൻ ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ. ആ ശരീരത്തിൻ്റെ ആത്മാവ് മര്യാദ പുതിയ വസതി. ഇവിടെ വസതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വസതിയുടെ അപ്പുറം പോകണം. ആ വസതി ആ വിധത്തിൽ നിലനിർത്തുന്നത് ആത്മാവ്. സമീരണ മന്ദിര പ്രസിദ്ധ വസതി. അപ്പോൾ വസതി മാത്രമാകുമ്പോൾ ശരീരമാവുള്ളൂ. ആ ശരീരത്തിനെ ഈ വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവ്, അതാണ് ഗുരുവായൂരപ്പൻ.
അവിടെ വസിക്കുന്നവനെ, അതാണ് വസിക്കുന്നവനെ, വസതിയിൽ വസിക്കുന്നവനെ, അതാണ് വസിക്കുന്നത് ആത്മാവ്, അതാണ് പ്രാണൻ വസിക്കുന്നത് ഈ ശരീരത്തിൽ, ആ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ്. അവിടെ വായുവിനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൽ വസിക്കുന്ന ഗുരുവായൂരപ്പൻ. സ്ഥൂലാർത്ഥം സൂക്ഷ്മാർത്ഥം എപ്പോഴും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു? നമ്മുടെ അന്ധക്കരണം പരിശുദ്ധമാകാൻ വേണ്ടി മാത്രമാണ്. അന്ധക്കരണം പരിശുദ്ധമായാലേ ഉള്ളിലിരിക്കുന്നതായ ആ സച്ചിദാനന്ദ സ്വരൂപനെ, ആ ഗുരുവായൂരപ്പനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുവായൂരപ്പൻ ആനന്ദത്തെ തരുന്നു. പക്ഷെ ആനന്ദം കിട്ടിയോ? കിട്ടിയിട്ടില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സ് ശാന്തമാവണം. മനസ്സിൽ എന്തൊരു ചിന്തയാണ് ഇപ്പോൾ ഉള്ളത്? വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്ത ആണ്. വലിയ വിഷയങ്ങൾ. ആദ്യത്തെ വിഷയം എൻ്റെ ശരീരം തന്നെ. ശരീരത്തിന് പറയുന്ന, സംസ്കൃതത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട് ഗാത്രം. ആ ഗാത്രം കൊണ്ട് നേടിയ കളത്രം, ആ കളത്രം കൊണ്ട് നേടിയ പുത്ര. ഗാത്ര, കളത്ര, പുത്ര, പൗത്ര, മിത്ര, ഭൃത്യ, ബാന്ധവ, പശു, ഗൃഹ, ധന, ധന്യ, മൊബൈലാദികളിലാണ് നമ്മുടെ മനസ്സ്. നമുക്ക് വേറെ എവിടെയും മനസ്സില്ല. ഈ വിഷയങ്ങളിലാണ് മനസ്സ്. ആ വിഷയങ്ങളുള്ള മനസ്സിനെ ഭഗവാനിലേക്ക് കൊണ്ടുവരണം. അതിനാണ് ഈ വിധത്തിൽ നമ്മൾ നാരായണീയവും ഭാഗവതവും എല്ലാം പഠിക്കുന്നത്. അതെല്ലാ ഭക്തജനങ്ങൾക്കും സാധ്യമാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു.